ഹലോ ആൻഡ് വെൽക്കം ടു നൂർ ടോക്സ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് പരാക്രമത്തിൻ്റെ വിശേഷങ്ങളുമായി സിനിമയുടെ ക്രൂ ആണ്. വെൽക്കം. പരാക്രമം, ഒരുപാട് പരാക്രമങ്ങളൊക്കെ കാണിക്കുന്നുണ്ടോ അപ്പോൾ സിനിമയിലും? കുറച്ച്, പക്ഷേ എല്ലാവർക്കും കൺഫ്യൂഷൻ ഉണ്ട്, ഇതൊരു ആക്ഷൻ പടമാണോ എന്നൊക്കെ. പക്ഷെ അങ്ങനെയല്ല, ഒരു യങ് ഏജിലുള്ള കുറച്ച് പരാക്രമങ്ങളാണ്. അത്രേ ഉള്ളൂ. നമ്മൾ യൂഷ്വലി കണ്ടുവരുന്ന കുറെ കാര്യങ്ങൾ, നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കുറച്ച് ബോയ്സിന്റെ ഒക്കെ ലൈഫിലും ഒക്കെ നടക്കുന്ന കാര്യങ്ങൾ, ബോയ്സിന്റെ ലൈഫും ഫാമിലി ആയിട്ടുള്ള പരിപാടി, അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഏറ്റവും വലിയ ടാസ്ക് ജോമോൻ ഇന്റർവ്യൂ ഉണ്ടെന്ന് പറയുമ്പോൾ ഞാനിങ്ങനെ ജോമോൻ സംസാരിക്കത്തില്ല, നമ്മൾ സ്ക്രീനിൽ കാണുമ്പോഴാണ് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ജോമോൻ ഭയങ്കരമായിട്ട് സംസാരിക്കാതിരിക്കും എന്നൊക്കെ. അതൊക്കെ വെറുതെ ആളുകൾ പറഞ്ഞുണ്ടാക്കുന്നത്, അതെ, തിരുത്തുന്നതായിരിക്കും. ജോമോൻ പറയും പരാക്രമത്തെ കുറിച്ചിട്ട്. ഞാൻ വാഴയുടെ ഷൂട്ടിങ്ങിനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹാരിസ്ക്ക് ഇതുപോലെ വിളിച്ചതാണ്. ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പരാക്രമമായിരുന്നു. ആദ്യം പരാക്രമം. അപ്പൊ അതിനകത്ത് നമ്മുടെ സിജുചേട്ടനാണെങ്കിലും അമിത്തും എല്ലാവരും ഉണ്ടല്ലോ. അപ്പൊ നിങ്ങൾ എല്ലാവരും തമ്മിൽ അപ്പൊ ഓൾറെഡി പരാക്രമം സമയത്ത് ഞാനും അമിത്തേട്ടനും സിജു മുമ്പ് വീഡിയോസ് ഒക്കെ യൂട്യൂബിലാകുന്ന സമയത്ത് നമ്മള് വീഡിയോസ് പരിപാടികൾ അങ്ങനെ കമ്പനിയാണ് ഒരുമിച്ച് തന്നെ ഉണ്ടായിരുന്ന ആൾക്കാർ. എന്നാലും ഇതിലൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ബോണ്ട് ഒന്നുകൂടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. അതെ അതെ, ദേവിന്റെ കൂടെ വർക്ക് ചെയ്യാൻ, ദേവിന്റെ ഒരു പരാക്രമമാണ് ഇത് അത്രയും. എന്റെ ക്യാരക്ടർ എന്ന് പറയുമ്പോൾ പുള്ളിയുടെ ദേവിന്റെ ഒരു അടുത്ത സുഹൃത്താണ്. ഫുട്ബോൾ പരിപാടികളൊക്കെ ആയിട്ട് പുള്ളി നല്ലവനായിട്ടുള്ള ഒരു പയ്യനെ വഴിതെറ്റിക്കുന്ന എല്ലാത്തിലും വഴിതെറ്റിക്കാൻ മെയിൻ ആണല്ലോ. ഇല്ല, ഞാൻ വേറെ ആരും വഴിതെറ്റിക്കുന്ന പിള്ളേരെ വെറുതെ ആദ്യമൊക്കെ വഴിതെറ്റിക്കുന്നുണ്ടല്ലോ. പടത്തില് ചെറുപ്പത്തിൽ ഇതേപോലെ ആളുകൾക്കൊക്കെ പണിയൊക്കെ കൊടുത്തിട്ടുണ്ടോ? സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്തും പിള്ളേർക്കൊക്കെ ഭയങ്കര മനഃപൂർവ്വം അല്ല, ഇങ്ങനെ ചെറിയ ചെറിയ പിള്ളേരെ പറ്റിക്കുന്ന പരിപാടി അതൊക്കെ ചെയ്തിട്ടുണ്ടോന്ന്? ചെറിയ ചെറിയ പരിപാടികൾ. ഇപ്പോഴും ഫ്രണ്ട്സ് ഒക്കെ ഓർത്ത് പറയുന്ന കാര്യം എന്താ? അപ്പോ ഫ്രണ്ട്സിനിടയിൽ ആ ഒരു ചർച്ചയായിട്ട് പറയുന്നത് നിങ്ങളുടെ ഒരു സ്കൂളിലേക്ക് ഒരു വിഷയം. ഒരു ദിവസം ഇതുപോലെ സാറെന്തോ ക്വസ്റ്റ്യൻ ചോദിച്ച് എൻ്റെ ഒരു കൂട്ടുകാരനെ എണീപ്പിച്ചായിരുന്നു. ഞാൻ പേനിങ്ങനെ അറിയാതെ കൊണ്ട് പറ്റിക്കാൻ വേണ്ടി ചെയ്തതാണ്. പക്ഷെ ഞാൻ പ്രതീക്ഷിക്കാത്തത് അതിന്റെ പുറത്തോട്ട് കയറിയിരുന്നു കൊടുത്തു. അങ്ങനെ സീനായി. അതാണ് എനിക്ക് മറക്കാൻ പറ്റാത്ത ചെറിയ ചെറിയ കാര്യങ്ങളെ ചെയ്തിട്ടുള്ളൂ. അങ്ങനത്തെ കുറച്ച് ചെറിയ ചെറിയ. രാഹുലിന്റെ ക്യാരക്ടറിനെ കുറിച്ച് പറയാമോ? ഞങ്ങള് കുറച്ച് പ്രശ്നക്കാരാണ്. വില്ലനാണോ? വില്ലന്റെ കൂട്ടുകാര്. ഓ, ഞങ്ങൾ അത്ര രസത്തിലല്ല പടത്തിൽ. അല്ല, അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നത് അത്ര രസത്തിലല്ല. അപ്പൊ വന്നപ്പോ മുതൽ ക്യാരക്ടർ പിടിച്ചിരിക്കുകയാണ്, ആരൊന്നും മിണ്ടുന്നില്ല. വില്ലനിസം കാണിക്കാൻ വേണ്ടിട്ടായിരിക്കും അല്ലെ ബ്ലാക്ക് ഷർട്ടൊക്കെ ഇട്ടിട്ട് ഒരു വില്ലന്റെ ഒരു ഗെറ്റപ്പിലൊക്കെ വന്നേക്കുന്നത്. അപ്പൊ എന്തായാലും പരാക്രമത്തോട്ട് വരികയാണെങ്കിൽ ലൈക്ക് ഓരോരുത്തരുടെ ക്യാരക്ടറിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് ബ്രീഫ് ആയിട്ട് പറയോ? അങ്ങനെ ഇതൊരു ഗ്രൂപ്പ് ഓഫ് ആളുകളുടെ ഒരു സിനിമ, പക്ഷെ അതിലൊരു പ്രധാന ക്യാരക്ടർ ഞാൻ ചെയ്യുന്നു. അങ്ങനെയാ. അപ്പൊ ഈ വിശാഖ് എന്റെ ക്യാരക്ടറിന്റെ പേര്. അപ്പൊ അയാളുടെ ലൈഫിലെ ഒരു കോളേജിൽ ചേരുമ്പോ തൊട്ടുള്ള ഒരു ഇതാണ്. പക്ഷെ എന്നാലും കുറച്ച് ചെറുപ്പവും കാലവും കാണിക്കുന്നുണ്ട്. ചെറുപ്പത്തിൽ എങ്ങനെയായിരുന്നു ഈ ക്യാരക്ടേഴ്സ് ഒക്കെ ആയിട്ടുള്ള റിലേഷൻ എങ്ങനെയായിരുന്നു. പക്ഷെ എല്ലാവരും വിചാരിക്കും ഈ വാഴയിലെ സെയിം ടീം ആയതുകൊണ്ട് അതിന്റെ ഒരു സ്പിൻ ഓഫോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സ്പേസിലല്ല പരാക്രമം നടക്കുന്നത്. അത് കുറച്ചും കൂടെ നമ്മൾ കണ്ടിട്ടുള്ള റീറ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷെ കുറച്ചും കൂടി കമ്മിങ് ഓഫ് ഏജ് എന്ന് പറയുന്ന പോലെ. പക്ഷെ ഇതിൽ ഒരാളുടെ ജേർണിയെ കുറച്ചും കൂടെ സ്പെസിഫിക് ആയിട്ട് പറയുന്നത്. പിന്നെ സിജുവിന്റെ ക്യാരക്ടറിന്റെ ജേർണി ഉണ്ട്. പക്ഷെ അതില് ഞങ്ങളുടെ ലൈഫിൽ ഉള്ള രണ്ട് ആളുകളാണ് ജോമോൻ ചെയ്യുന്ന ക്യാരക്ടറും ചെയ്യുന്ന ക്യാരക്ടറും. എവിടെയായിരുന്നു ഇപ്പൊ ഇതിന്റെ ഷൂട്ടിംഗ് ഒക്കെ? എവിടെയായിരുന്നു? തൃശ്ശൂരായിരുന്നു. അപ്പൊ ഇങ്ങനെ തൃശ്ശൂരില് ഒരു നാട്ടിൻപുറത്തെ കഥ പോലെയാണല്ലോ കാണിക്കുന്നത്. അങ്ങനെ ഇപ്പൊ നിങ്ങൾ ഒരു നാട്ടിൽ പോയി അങ്ങനെ നിന്ന് എങ്ങനെയായിരുന്നു ഷൂട്ടിംഗ് ഒക്കെ? എങ്ങനെയായിരുന്നു? ഞാൻ ബേസിക്കലി തൃശ്ശൂരാണ്, ഇരിഞ്ഞാലോടെയാണ് എന്റെ സ്ഥലം. അപ്പൊ ഇവര് വാഴ ഷൂട്ട് ചെയ്തിരുന്നാലോടെ അല്ലേ? അപ്പൊ തൃശ്ശൂര് കേരള കോളേജിലായിരുന്നു കുറച്ച് കോളേജ് പോർഷൻ ഷൂട്ട് ചെയ്ത്. ത്രൂ ഔട്ട് കോളേജ് ഒന്നുമല്ല, കുറച്ചൊരു ചെറിയൊരു ഇതുണ്ട്. അപ്പോൾ കേരളവർമ്മ എനിക്ക് അറിയുന്ന കോളേജാണ്, അതിൻ്റെ അടുത്ത് ഞാൻ കുറച്ച് നേരം താമസിച്ചിട്ടുണ്ട്. സോ അറിയുന്നൊരു സ്പേസിലൊക്കെ തന്നെ ഷൂട്ട് ചെയ്ത്. പിന്നെ ഇതൊരു 2005 നടക്കുന്ന ഒരു കഥയാണ്. അപ്പൊ ആ ഒരു സെറ്റിങ്സിലാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ പറഞ്ഞല്ലോ വില്ലന്റെ കൂട്ടുകാരായിരുന്നു. അപ്പൊ ശരിക്കും പറഞ്ഞാല് ഈ പണ്ടൊക്കെ ക്യാമ്പസ് ലൈഫിലൊക്കെ ഇതേപോലെ
ഈ മറ്റ് സ്റ്റുഡൻസ് ഒക്കെ ആയിട്ട് ഇങ്ങനത്തെ ഫൈറ്റ് അല്ലെങ്കിൽ അവരായിട്ട് ഇതേപോലെ എന്താ പറയാ കുറച്ച് പേരെ ഇഷ്ടമില്ല അങ്ങനത്തെ ഒക്കെ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? ക്യാമ്പസ് ഫൈറ്റ്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ടോ? നേരെ ഇങ്ങോട്ട് ഉണ്ടായിട്ടുള്ളൂ. ആ നമ്മുടെ കഥയിൽ ഹീറോ ആയിരുന്നല്ലേ? ഇങ്ങോട്ടൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആ അങ്ങോട്ട് വലിയ പ്രശ്നങ്ങൾക്കൊന്നും അങ്ങനെ പോവാറില്ല. ഡീസന്റ് ആണെന്നാ പറഞ്ഞത്. ക്ലാസിക്കാരിൽ കുറവാണ് കൂടുതലും. വേറെ വല്ല പരിപാടിയൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ നടക്കും. അല്ല ഈ കലോത്സവം റിഹേഴ്സലൊക്കെ ആയിട്ട് പോകും. ക്ലാസിക്കറുണ്ടല്ലോ മടി നടക്കുമ്പോൾ നമ്മളവിടെ റിഹേഴ്സലായിരിക്കും. ഡെഡിക്കേഷൻ. ജോമോൻ ഉണ്ടായിട്ടുണ്ടോ അങ്ങനെയൊക്കെ ക്യാമ്പസ് ഫൈറ്റ്സ് ഒക്കെ? അങ്ങനൊന്നും ഉണ്ടായിട്ടില്ല. ഈശ്വർ വെറുതെ പറയാ, എന്തോ പറഞ്ഞ കൂട്ടത്തിലൊക്കെ ചിരിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോ ഈ വാഴയ്ക്ക് ശേഷം ലൈക് ബിഫോർ ആൻഡ് ആഫ്റ്റർ അങ്ങനെ എന്തെങ്കിലും വ്യത്യാസം ഫീൽ ചെയ്യുന്നുണ്ടോ? വാഴയ്ക്ക് ശേഷം കുറച്ചുകൂടെ പരിപാടികൾ വരുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. അപ്പൊ ഗുരുവായൂരമ്പല നടയിൽ കഴിഞ്ഞിട്ട് പിന്നെ ആയിരുന്നല്ലോ വാഴ. അപ്പൊ അത് കഴിഞ്ഞിട്ട് കിട്ടുന്നതിനേക്കാളും ഒരു കൂടുതൽ റെസ്പോൺസ് ആയിരുന്നു വാഴയ്ക്ക് ശേഷം വീണ്ടും കിട്ടിക്കൊണ്ടിരിക്കുന്നത്? ഗുരുവായൂരമ്പല നട ഇറങ്ങിയപ്പോൾ തൊട്ട് കുറച്ച് ആൾക്കാർ ഇതുപോലെ ഫോണിൽ വിളിച്ച് കഥ പറയാനുണ്ട്, പിന്നെ കുറച്ച് ഓഫറൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. അങ്ങനെ ആയിരുന്നു. ഇപ്പോൾ വാഴയും കൂടെ ഇറങ്ങിയപ്പോൾ ഡബിൾ എഫക്റ്റ് ആയി. കുറച്ചുകൂടെ പരിപാടികൾ നല്ല കുറേ പരിപാടി കേട്ടായിരുന്നു. ഒരു 10-20 പരിപാടികളും കേട്ടായിരുന്നു കുറേ പേര്. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് വാഴയ്ക്ക് ശേഷം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? നിങ്ങളുടെ ഒരു 4 പേരുടെ വാഴയ്ക്ക് മുമ്പും നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. ശേഷം അങ്ങനെ കൂടുതലോ കുറവൊന്നുമില്ല. എല്ലാവരും ഇപ്പോഴും വിളിക്കും, സംസാരിക്കും. ഇന്നും ഡെയിലി കോണ്ടാക്ട് ഉണ്ട് എല്ലാവരുമായിട്ട്. അപ്പോൾ ഈ വാഴയുടെ സെക്കൻഡ് പാർട്ട് അത് ലൈക്ക് നിങ്ങളൊക്കെ ഉണ്ടാവുമോ അതിൽ, അതോ മറ്റേ ഹാഷിർ അവരുടെയൊക്കെ സ്റ്റോറി ആയിരിക്കുമോ? ചിലപ്പോൾ നമ്മൾ ഒന്നും പറഞ്ഞിട്ടില്ല, വരാൻ ചാൻസ് ഉണ്ടാവും. ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, കുഴപ്പമില്ല. അപ്പോൾ ബാക്ക് ടു പരാക്രം വരുമ്പോൾ ലൈക്ക് നല്ലൊരു സോങ് ഉണ്ടായിരുന്നു അതിൽ. അപ്പം കമൻസ് ഒക്കെ ഇങ്ങനെ വരുന്നത് കണ്ടു. ലൈക്ക് നമ്മൾക്ക് ഈ ഒരു സോങ് കണ്ടപ്പോൾ തന്നെ അത്രയും തിയേറ്ററിൽ പോകാനായിട്ടുള്ള ഒരു ആഗ്രഹം തോന്നുന്നു. അപ്പോൾ ആ സോങ് ഫസ്റ്റ് അതായിരുന്നല്ലോ, സോങ് ആണല്ലോ പുറത്ത് വന്നത്. അപ്പോൾ സോങ്ങിന് ശേഷമുള്ള പ്രേക്ഷകരുടെ റെസ്പോൺസ് ഡയറക്ട്ലി എങ്ങനെയായിരുന്നു? കുറെ പേര് അതൊരു പ്യുവർ ലവ് സ്റ്റോറി ആണെന്ന് വിചാരിച്ചിട്ടുണ്ട്. ലവ് അതിലൊരു എലമെന്റ് ടീനേജേഴ്സിൽ ഉണ്ടാവുന്ന കുറെ ഇമോഷൻസ് ഉണ്ട്. ലവ്, ആങ്കർ, ദേഷ്യം, അതൊക്കെ ഉണ്ട്. അപ്പൊ അതിലൊരു എലമെന്റ് മാത്രമാണ് ലവ്. ത്രൂ ഔട്ട് ഒരു ലവ് സ്റ്റോറിയോ അല്ലെങ്കിൽ ആക്ഷൻ പടമോ അല്ല. ഇതൊക്കെ അതിലുണ്ട്, ചെറിയ ചെറിയ എലമെന്റ് ആയിട്ട് വന്നു പോകണ്ടെന്നേ ഉള്ളൂ. അപ്പൊ കുറച്ചുപേര് ഇങ്ങനെ ചോദിച്ചു ത്രൂ ഔട്ട് ലവ് സ്റ്റോറി ആണ്, പക്ഷെ ആ പേരുമായിട്ട് മാച്ച് ആവുന്നില്ല. അപ്പോ ഞാനല്ല ലവ് സ്റ്റോറി അല്ല, പക്ഷെ അതൊരു എലമെന്റ് ഉണ്ട്. അപ്പോ ആളുകളൊക്കെ വിളിച്ചൊക്കെ ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ സോങ് കേട്ടിട്ട് സോങ് കൊള്ളാം അങ്ങനത്തെ റെസ്പോൺസ്? ഇഷ്ടമായ മെസ്സേജ് ആണ് കൂടുതൽ ഇങ്ങനെ വരിക. അപ്പോഴാണ് ചോദിക്കുന്നത് ലവ് സ്റ്റോറി ആണോ? എന്റെ സൂഫിയും ചെയ്യാതെ കഴിഞ്ഞിട്ട് പിന്നെ ഒരു ലവ് സ്റ്റോറി എന്നുള്ള ഇതിലൊക്കെയാണ് ചോദിക്കുന്നത്. അതല്ല, അങ്ങനെ ഒരു ത്രൂ ഔട്ട് ലവ് സ്റ്റോറി അല്ല, ശരി എലമെന്റ് ഉണ്ട്, അത്രേ ഉള്ളൂ. സൂഫി എന്ന് പറയുമ്പോഴത്തേക്ക് തന്നെ ഭയങ്കര സൈലന്റ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ആണല്ലോ. അപ്പൊ ഇതിലെന്ന് പറയുമ്പോഴത്തേക്ക് ഭയങ്കര ലൗഡ് ആയിട്ടുള്ള ഒരാളാണല്ലേ. അപ്പൊ അതായിട്ട് ഒരു ബന്ധവുമില്ല, ഇതിന് ഒരു ബന്ധമില്ലാത്ത ഒരാൾ. നമ്മൾ ലുക്ക് കാണുമ്പോൾ തന്നെ ഭയങ്കര ഡിഫറൻസ്. അപ്പൊ ഇതിലേക്ക് വേണ്ടിയിട്ടിലേക്ക് എന്തൊക്കെയാണ് നമ്മുടെ ലുക്സിന് വേണ്ടിയിട്ടൊക്കെ പേഴ്സണലി എന്തൊക്കെ ചെയ്തു? കാരണം ബാക്കി സിനിമയിലൊക്കെ എനിക്ക് കുറച്ച് താടിയൊക്കെ സിനിമയിലും താടിയുണ്ട്. അപ്പൊ അതില്ലാതെ ഒരു ആദ്യമായിട്ടാണ് ഞാൻ ഫുൾ ക്ലീൻ ചെയ്തിട്ടൊരു പടം ചെയ്യുന്നത്. പിന്നെ ഇങ്ങനെ ഒരു കുറെ ഫ്രണ്ട്സിന്റെ കൂടെ ഇങ്ങനെ ജാം ചെയ്തൊരു പടം ചെയ്യണ ആദ്യമായിട്ടാണ്. ഇതെല്ലാം കുറച്ച് സീനിയർ ആർട്ടിസ്റ്റ് ഒക്കെ ആകുമ്പോ നമ്മൾ ആ ഒരു സീരിയസ് ആയിട്ട് സിനിമ ഇങ്ങനെ സീരിയസ്നെസ് കുറവൊന്നല്ല, പക്ഷെ ഇത് കുറച്ച് എൻജോയ് ചെയ്യാൻ പറ്റാറുണ്ട്. കൗണ്ടറൊക്കെ നേരിട്ട് കേൾക്കുമല്ലോ, അങ്ങനത്തെ രസമുണ്ട്. നമ്മുടെ ഇന്റർവ്യൂവിന് വരുമ്പോൾ മാത്രമേ ഉള്ളൂ തോന്നുന്നു, ക്യാമറ ഓൺ ആക്കുമ്പോൾ മാത്രമേ ഉള്ളൂ ഇത്തിരി സൈലന്റ് ആവും. ഞാൻ ഇടയ്ക്ക് ഗുരുവായൂരമ്പലയുടെ ഷൂട്ട് എടുക്കുമ്പോൾ അവിടെ സെറ്റിൽ പോകും. അപ്പൊ ഞാൻ ഒന്ന് ക്രിക്കറ്റ് കളിക്കാണ്. അപ്പൊ ഷൂട്ട് കഴിഞ്ഞാൽ അവിടെ വിജയന്റെ എല്ലാവരും കൂടെ ക്രിക്കറ്റ് കളിയുണ്ട്. ദൈവം വന്നിട്ട് ഇവൻ മൂലയിൽ പോയി നിൽക്കട്ടോ, ഇവൻ ഇങ്ങനെ നിൽക്കുള്ളൂ. അവിടെ നിൽക്കണോ എനിക്ക് പൊതുവെ ചോദിക്കാൻ അങ്ങനെ ഒരു പക്ഷെ ക്യാമറ ഓൺ ആക്കി കഴിഞ്ഞാൽ മൂവിക്ക് ക്യാമറ ഓൺ ആക്കി കഴിയുമ്പോൾ അത് ബോണ്ട് ആക്ടർ ആണെന്ന് തോന്നുന്നു. അത് ഇഷ്ടായി. അപ്പൊ ഇതിലപ്പോ സ്പോർട്സ് പ്ലെയർ ഒക്കെ ആണോ? ഇങ്ങനെ ജേഴ്സി ഒക്കെ ഇട്ടിട്ട് വരുന്ന കാണാലോ. ഫുട്ബോൾ പ്ലെയർ എല്ലാം ഉണ്ട് കയ്യിൽ. ഇവരൊക്കെ മെയിൻ ആശാനാണ്. അപ്പൊ എന്തായാലും പറഞ്ഞിരുന്നല്ലോ താടി പഠിച്ചത് ഇപ്പോഴാ, അപ്പൊ കുറെ നാൾക്ക് ശേഷമായിരിക്കും താടി പഠിച്ചത്. അപ്പം എങ്ങനെ കണ്ണാടി നോക്കിയപ്പോ എന്ത് തോന്നി? പെട്ടെന്ന് താടിയൊക്കെ പഠിച്ചു, ഭയങ്കര ചെറുപ്പമായ പോലെയൊക്കെ ഫീൽ ചെയ്തു? ഞാൻ കുറെ നാളിന് ശേഷം അങ്ങനെ കാണും. അപ്പൊ കാരണം സൂഫി ചെയ്ത സമയത്താണ് ആദ്യമായിട്ട് താടി വളർത്തുന്നത്. അതിന് ഞാൻ താടി അത്ര വളർത്താറില്ല, ആദ്യമായിട്ട് അപ്പഴാ ചെയ്യുന്നത്. പിന്നെ അതിനും ബാക്ക് പോരാൻ പറ്റിയില്ല. ബാക്ക് ടു ബാക്ക് 2-3 പടം ഇങ്ങനെ പിടിച്ചപ്പോ അതിലൊക്കെ വേണം എന്നുള്ളത്.
അപ്പൊ അമ്മയാണ് ഏറ്റവും കൂടുതൽ പറഞ്ഞത് പണ്ട് കണ്ട ആ ഫീൽ feel. വീട്ടിലുള്ളവർക്ക് കുറച്ചും കൂടെ അതിങ്ങനെ റിലേറ്റ് ചെയ്യാൻ പറ്റും. റിലേറ്റ് ചെയ്യാൻ പറ്റി. പക്ഷേ രസമായിരുന്നു. പിന്നെ അർജുനും അതിന്റെ ഡയറക്ടറും ഹാപ്പി ആയിരുന്നു. നമ്മളൊരു കോളേജ് പറയുന്നതുകൊണ്ട് പെട്ടെന്ന് ആ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. രാഹുലിന് ലൈക്ക് നമ്മുടെ പരാക്രമം സെറ്റിൽ വരികയാണെങ്കിൽ ഏറ്റവും ലൈക്ക് ക്ലോസ് ടു ഹാർട്ട് എന്ന് പറയാൻ പറ്റുന്ന കുറച്ച് പേരാരൊക്കെയാ? ക്ലോസ് ടു ഹാർട്ട് ഞാൻ ഇതിനു മുമ്പ് വർക്ക് ചെയ്തത് ജോമോനായിട്ടാണ്. പിന്നെ ബാക്കി എല്ലാവരും പുതിയ ആളുകളായിരുന്നു. ജോമോനും സിജു അവരൊക്കെ തന്നെ പത്രോസിന്റെ കൂടെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ അവരൊക്കെ തന്നെയായിരുന്നു. നിങ്ങൾ എന്താ ഇപ്പം കട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്താണ് നിങ്ങൾ എന്താ ചെയ്യുന്നത്? കട്ട് പറഞ്ഞാൽ പുറത്തിട്ട് ഇടിക്കുക. ജോമോ ഭയങ്കര ഉപദ്രവം. ആര് ജോമോനോ? പുറത്തിട്ടൊക്കെ ഇടിക്കുക, അങ്ങനത്തെ പ്രശ്നങ്ങൾ. വേറെ ആളാണ്. അപ്പൊ ഞങ്ങൾ 4 പേര് എല്ലാവരും ഒറ്റ ക്യാരറ്റിൽ ഇങ്ങനെ ഇരിക്കുകയാണല്ലോ. കൈ വെറുതെ ഇരിക്കില്ല. ഇങ്ങനെ നമ്മൾ ഈ ഇടിക്കുന്നത് നമ്മൾ നോവിക്കുന്ന കൂട്ടുകാരൻ. ഒരു റീൽ എടുക്കും, ഞാൻ റെക്കോർഡ് ചെയ്യും, അതിന്റെ ക്യാമറ റീല് ചെയ്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. റീൽ ചെയ്തിട്ടുണ്ട്. ഒരു ക്യാമറ പിടിച്ചോണ്ട് അത് വേറെ ഇവിടെ സുരേഷ് കൃഷ്ണയുടെ വീഡിയോ ചെയ്തത് അത് ഏതിനാണ്? മരണമാസം. മരണമാസില്. അത് പക്ഷെ കിടില സംഭവമായിരുന്നു. ഞാനിപ്പോ വരാം. അത് ആരുടെ ഐഡിയ? സിജു ആണ് പിന്നീട് പുള്ളിക്ക്. പക്ഷെ എനിക്ക് തോന്നുന്നു അന്ന് അക്കൗണ്ട് ഇല്ലെന്ന് തോന്നുന്നു. ഇൻസ്റ്റാഗ്രാം ഉണ്ടായിരുന്നു. സിജു മുന്നിട്ട് ഓരോ പോസ്റ്റ് ഒക്കെ ഇട്ട്. സിജു ആണ് ഇങ്ങനെ ഐഡിയ പറഞ്ഞിട്ട് അവരങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു 75,000 ഒക്കെ ഫോളോവേഴ്സ് ആയി. അതെ. പിന്നെ പുള്ളി നിങ്ങൾ ലൈക്ക് അടിച്ചിരിക്കുക, ഞാനിപ്പോ വരാന്ന് പറഞ്ഞു. പിന്നെ പുള്ളി ഇടാൻ തുടങ്ങി. അങ്ങനെ കുറെ ഐഡിയാസ് ഒക്കെ. ഈ ഐഡിയാസ് ഒക്കെ എങ്ങനെ ഈ കണ്ടന്റ് നമ്മളിങ്ങനെ ഓരോ ഇത് കാണുമ്പോഴത്തന്നെ ഇത് വീഡിയോ ചെയ്യും അപ്പോഴേ നോട്ട് ചെയ്ത് വെക്കുവോ? ഇല്ല, അത് സിജുവിന് തോന്നുന്നു. ആ അക്കൗണ്ട് ഒന്ന് പുള്ളിയുടെ അക്കൗണ്ട് ഒന്ന് റീച്ച് ഒന്ന് പുള്ളി അക്കൗണ്ട് അങ്ങനെ യൂസ് ചെയ്യില്ലെന്ന് തോന്നുന്നു. എന്തെങ്കിലും പോസ്റ്റ് ഒക്കെ ഇട്ടത് അങ്ങനെ ആർക്കും അറിയില്ല അങ്ങനെ ഒരു അക്കൗണ്ട് ഉണ്ട്. അങ്ങനെ ഒരു തോട്ട് അങ്ങനെ സിജു അങ്ങനെ പൊതുവെ അങ്ങനെ തോന്നാറുണ്ട്. എനിക്ക് ഒരു അമിത്തും ഒക്കെ എല്ലാവരും ഉണ്ടായിരുന്നു. അല്ല അങ്ങനെ ഒരു പൊതുവെ ഐഡിയാസ് ഇങ്ങനെ ഓരോന്നൊക്കെ പറയും, നമുക്ക് ഇങ്ങനെ ഒരു റീൽ ചെയ്താലോ എന്നൊക്കെ പറയും. അപ്പൊ അങ്ങനെ അപ്പൊ എന്ത് ജോമോൻ ഇനിയിപ്പോ ന്യൂ മൂവീസ് വരാൻ പോകുന്നുണ്ടല്ലോ? അപ്പം വിപിൻ ചേട്ടന്റെ പ്രൊഡക്ഷനിൽ ഒരു പടം 15-ാം തീയതി തുടങ്ങുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് അതൊക്കെ വേറെ മറ്റേ ഭീകരനുണ്ട്, കുറച്ച് അനൗൺസ് ചെയ്യാനുണ്ട് ഇനി. അടിപൊളി, കുറെ സംഭവങ്ങൾ വരാനുണ്ട്. അപ്പൊ നമ്മളിപ്പോ സൂഫിയും സുജാതയിലും ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടുള്ള അങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്തു. ലൈക്ക് അങ്ങനെ ഡിഫറെന്റ് ചെയ്തു. ഇപ്പൊ ഇനി ചെയ്യണം എന്ന് ആഗ്രഹമുള്ള എന്തെങ്കിലും ക്യാരക്ടേഴ്സ് ഉണ്ടോ? ഒരുപാടുണ്ട്. ഞാൻ കുറച്ച് സിനിമയില് ചെയ്തിട്ടുള്ളൂ. അപ്പൊ അങ്ങനെ കുറെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ ഇപ്പൊ ഇത് പരാക്രമത്തിലായിട്ട് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. അപ്പൊ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമയിലും ഞാൻ അങ്ങനെ ഒട്ടും ചെയ്യാത്തൊരു സ്പേസാണ്. കഴിഞ്ഞു വരണോ അങ്ങനത്തെയാ. അപ്പൊ എല്ലാം പുതിയതാ. കാരണം അധികം സിനിമകൾ ചെയ്യാത്തോണ്ട് എല്ലാം പുതിയതായിട്ടാണ് തോന്നുന്നത്. അപ്പൊ അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഒരു ക്യാരക്ടർ ആണെന്ന് അങ്ങനെയൊന്നും ഇല്ല. പക്ഷെ ചെയ്തത് പിന്നെ റിപ്പീറ്റ് ഇപ്പൊ ഇമീഡിയറ്റ്ലി ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഡിഫറെന്റ് ചെയ്ത് വരണം. ജോമോൻ അങ്ങനെ എന്തെങ്കിലും ഇനി ഡിഫറെന്റ് ആയിട്ട് ചെയ്യണം അങ്ങനെയൊക്കെ ആഗ്രഹമുണ്ടോ? ആഗ്രഹമുണ്ട്. ഏത് ജോണർ ചെയ്യണം എന്നാ കൂടുതൽ ഒരു താല്പര്യം ഇനി? അല്ല, ഇപ്പം എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പരിപാടികൾ ചെയ്യുക. അതിനപ്പുറം പതുക്കെ ടൈം ഉണ്ടല്ലോ, പെട്ടെന്ന് ഒന്നും ചെയ്യാൻ അങ്ങനത്തെ ഒരു ഇതില്ല. മാറ്റി ചെയ്യണമെന്നല്ല. പക്ഷെ ഞാൻ ചെയ്തു തുടങ്ങിയ കാര്യങ്ങൾ ആൾക്കാർ കണ്ടു തുടങ്ങിയതല്ലേ ഉള്ളൂ. ഇപ്പോഴും നമ്മളങ്ങനെ അതിനെപ്പറ്റി ചിന്തിച്ചിട്ട് കാര്യമില്ല. നമുക്ക് അറിയാന്നുള്ള പരിപാടി ചെയ്തു പോവാന്നുള്ളത്. ഭയങ്കര ഡൗൺ ടു എർത്ത് ആണ്. എന്താ ഗേൾസ് ഒക്കെ വരാറുണ്ടോ ഫാൻസ്? ഇല്ല, എല്ലാരും വരാറുണ്ട്. അങ്ങനെയല്ല, ചിലര് മെസ്സേജ് അയക്കാറുണ്ട്. ഒരു ഗേൾസ് മാത്രം അങ്ങനെയൊന്നുമില്ല. എല്ലാരും കൊച്ചു പിള്ളേർക്ക് മെസ്സേജ് അയക്കാറുണ്ട്. ഏറ്റവും കൂടുതൽ ഫാൻസ് ഏത് ഗ്രൂപ്പ് വരാ വരുന്നത്? ഒരു കോളേജ് അങ്ങനത്തെ ആളുകൾക്ക്. പിന്നെ പിള്ളേരുണ്ട്. നമ്മുടെ ഒരു 10-11 വയസ്സുള്ള പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ് തോന്നുന്നു. അറിയില്ല, അവര് സെൽഫി എടുക്കാറുണ്ട്. എല്ലാരും ഒന്ന് സെൽഫി എടുക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ പരാക്രമത്തിലോട്ട് വീണ്ടും വരികയാണെങ്കിൽ ലൈക്ക് ഈ ഒരു മൂവിക്ക് നിങ്ങൾ ഒരു ജോണർ കൊടുക്കുകയാണെങ്കിൽ എന്ത് ജോണർ കൊടുക്കും? ഒരു കമ്മിങ് ഓഫ് ഏജ് ഒറ്റയടിക്ക് പറയാൻ പറ്റുള്ളൂ. ആ ഒരു കാരണം എല്ലാവരെയും ട്രാവലാണ്. എന്നാൽ ഭയങ്കര ട്രാവൽ ഇപ്പോൾ വാഴയിൽ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് സ്റ്റേജുകൾ ഇങ്ങനെ പോകുന്നുണ്ട്. പക്ഷെ അങ്ങനെയല്ല, ഒരു മൊമെന്റിൽ സംഭവിക്കുന്ന കുറച്ച് കാര്യങ്ങൾ പിന്നെ ലേറ്റർ സ്റ്റേജിൽ ഇത് എന്താവുന്നു, എങ്ങനെ ഇവോൾവ് ചെയ്ത് വരുന്നു എന്ന് പറയുന്ന ഒരു കാര്യം. അപ്പൊ കൂടുതൽ അതിൽ ഫാമിലിയും ഫ്രണ്ട്സും. ഇപ്പോൾ സിജുവിന്റെ ക്യാരക്ടർ എന്റെ ഫ്രണ്ടാണ്. അപ്പൊ അയാൾക്ക് എങ്ങനെ വേണമെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യാവുന്ന ഒരു ക്യാരക്ടറാണ് ലൈഫിൽ. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് റിലേഷൻഷിപ്സ് കാണിക്കുന്ന ഒരു സിനിമ. ഇറ്റ്സ് നത്തിങ് ന്യൂ, ഭയങ്കര പുതിയതായിട്ടൊന്നും ഇല്ല. നമ്മൾ കണ്ടിട്ടുള്ളതോ കേട്ടിട്ടുള്ളതോ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയുള്ളൂ. അത്രേ ഉള്ളൂ. രാഹുൽ ലൈക്ക് ഈ ഒരു ക്യാരക്ടർ
അല്ലെങ്കിൽ ഏതൊരു ക്യാരക്ടറും ചൂസ് ചെയ്യുമ്പോൾ മൈൻഡിലോട്ട് വരുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? ഈ ഒരു ക്യാരക്ടർ എടുക്കാം, ലൈക്ക് ഫസ്റ്റ് ഓഫ് ഓൾ സ്റ്റോറി കണ്ടിട്ട് അങ്ങനെ തന്നെ എടുക്കുന്നതാണോ അതോ കുറേ ഫാക്ടേഴ്സ് ചെക്ക് ചെയ്യാറുണ്ടോ? അങ്ങനെ ഒരു അവസ്ഥയിലോട്ട് ആയിട്ടില്ല. സ്റ്റോറി ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള ക്യാരക്ടർ ആദ്യമായിട്ടാണ് വില്ലൻ എന്ന് പറയാൻ പറ്റില്ല ഇതിൽ, പക്ഷെ അങ്ങനത്തെ ക്യാരക്ടർ ചെയ്യുന്നത്. ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ളത് ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള ക്യാരക്ടർ, പിന്നെ പത്രോസിന്റെ അടുത്തുള്ള ഹീറോന്റെ ഫ്രണ്ട്, അങ്ങനെ പലതാണ്. ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല, വരുന്നത് ചെയ്യാന്നുള്ളൂ. ഈ ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള ക്യാരക്ടർ ഒക്കെ ചെയ്യുമ്പോൾ അത് കുറച്ച് ഡിഫിക്കൽട്ട് ആണല്ലോ, നമുക്ക് അറിയില്ലല്ലോ എങ്ങനെ. അപ്പോൾ എങ്ങനെ അവർ ഒബ്സർവ് ചെയ്ത് അതെങ്ങനെയായിരുന്നു അതിന്റെ ഒരു പ്രോസസ്സിങ്? അത് ആർക്കറിയാം എന്ന് പറഞ്ഞ പടത്തിലാണ്. അപ്പോൾ അന്ന് ഞാൻ അതിനെപ്പറ്റി കൂടുതലും സിനിമകളാണ് കണ്ടിട്ടുള്ളത്. പിന്നെ എനിക്ക് അങ്ങനെ ഒരു ഫ്രണ്ട് സ്കൂളിൽ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ആലോചിച്ച്, പക്ഷെ നമ്മൾ അതൊക്കെ ആലോചിച്ച് സെറ്റിൽ പോകുമ്പോൾ നമ്മൾ പ്രിപ്പയർ ആയിട്ട് ഒരു സാധനം പ്രിപ്പയർ ആയിട്ടല്ലേ അതായിട്ട് ചെന്നത്. പക്ഷെ അവിടെ വെച്ച് അതെല്ലാം ബ്രേക്കായി. ഡയറക്ടർ കൃത്യമായിട്ട് ചെയ്ത് അങ്ങനത്തെ ഒരു വേറൊരു പ്രോസസ്സിലൂടെ ഒക്കെ പോയി. പ്ലാനിങ് എന്ന് പറയാൻ പറ്റില്ല, സംഭവിച്ചു പോയതാണ്. അപ്പോൾ ദേവ് ഇതുപോലെ ആളുകളെ ഒബ്സർവ് ചെയ്യാറുണ്ടോ? ലൈക്ക് ഒരു റോള് ചെയ്യുന്നതിന് മുമ്പ് ഒരാളുടെ ക്യാരക്ടറിസ്റ്റിക് അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മുടെ ലൈഫിൽ നടന്ന സിനാരിയോസ് അതെന്തെങ്കിലും ഒബ്സർവ് ചെയ്യാറുണ്ടോ? ലൈക്ക് അത് യൂസ് ചെയ്യാറുണ്ടോ? അല്ല, ഒരിക്കലും ഒരു സിനിമയ്ക്ക് വേണ്ടി അങ്ങനെ ചെയ്തിട്ടില്ല. പൊതുവേ നമ്മളിങ്ങനെ ഒബ്സർവ് ചെയ്യില്ല ആളുകളെ. അപ്പൊ ഇങ്ങനെ നോക്കുമ്പോൾ ചില കാര്യങ്ങൾ അത് ചിലപ്പോൾ ഇപ്പൊ യൂസ് ചെയ്യാൻ പറ്റില്ല, ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും. അത് അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടോ? എനിക്ക് ഏറ്റവും കൂടുതൽ തോന്നിയിട്ടുണ്ട് ഇപ്പൊ ഒരു പടം ചെയ്തോണ്ടിരിക്കുന്നത്, മുരളിയോയുടെ സ്ക്രിപ്റ്റില് ഒരു പടം ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന് ഞാൻ ത്രൂട്ട് മുണ്ടെടുക്കുന്ന ഒരു ക്യാരക്ടർ, ഭയങ്കര ലോക്കൽ ക്യാരക്ടർ. അപ്പോ അത് ഞാനിങ്ങനെ കുറെ നമ്മള് പണ്ടത്തെ കുറെ ചേട്ടന്മാരെ അവിടെയുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. പലരും പല സ്റ്റൈലിലാണല്ലോ മുണ്ടെടുക്കുന്നത്, അല്ലെങ്കിൽ അവര് അത് ഹാൻഡിൽ ചെയ്യുന്ന രീതി. അപ്പൊ കുറെ കണ്ടിട്ടുണ്ട്. അപ്പൊ നമ്മൾ പല രീതി ചെയ്തു നോക്കും. അപ്പൊ ഡയറക്ടർക്ക് അറിയാം ഈ ക്യാരക്ടർ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊരു ക്ലാരിറ്റി ഉണ്ടാവുമല്ലോ. അപ്പൊ അതനുസരിച്ച് ചെയ്യും. അപ്പൊ അതാണ് എനിക്ക് കൂടുതൽ അങ്ങനെ കുറച്ച് ഗസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഒക്കെ ആയിട്ട് തോന്നിയിട്ടുള്ളത്. ഇപ്പോഴത്തെ ഒരു സിനിമ കുറച്ചും അങ്ങനെ തോന്നിയിട്ടുള്ളത്. നമ്മുടെ ബേസിലേട്ടന്റെ പുതിയൊരു ട്രോൾ വീഡിയോ കണ്ടായിരുന്നോ? നമ്മുടെ രാജുവേട്ടനായിട്ട് നിന്ന സമയത്ത് ഷെയ്ക്കാൻ്റെ ഫുട്ബോളിന്റെ കണ്ടിട്ടുണ്ടായിരുന്നോ? അപ്പൊ അതിനു മുമ്പും ഒരു ട്രോൾ വീഡിയോ ഉണ്ടായിരുന്നല്ലോ, മറ്റേ ടൊവിനോ ആയിട്ട് നിന്ന സമയത്ത്. അത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു, പൂജയുടെ സമയത്ത്. അപ്പൊ നിങ്ങളെല്ലാരും തമ്മിലൊരു നല്ല ബോണ്ട് ഉണ്ടല്ലോ, ലൈക്ക് ബേസിലായിട്ട് ആ വാഴക്കകത്തൊക്കെ നല്ലൊരു ബോണ്ട് ഉണ്ടല്ലോ. അപ്പൊ ട്രോള് കണ്ടപ്പോഴത്തേക്ക് എങ്ങനെയായിരുന്നു റിയാക്ഷൻ? ഇത് ശ്രദ്ധിച്ചിരുന്നോ ട്രോള്? ഞാൻ കണ്ടാണ്. അത് എല്ലാവരും ഹ്യൂമറായിട്ട് എടുത്തൊരു സംഭവമല്ലേ, എല്ലാവർക്കും പറ്റുന്ന ഒരു പരിപാടി. അതിൽ വേറെ തോന്നാറില്ല. ലൈക്ക് കമന്റ്സ് ഇങ്ങനെ കുറെ വന്നിട്ടുണ്ടായിരുന്നു. ആദ്യം ടൊവിനോയെ കുറെ ഇങ്ങനെ ബേസിലായിട്ട് ഇങ്ങനെ കളിയാക്കി, കുറെ അടുത്ത് ഇങ്ങനെ കളിയാക്കി. അപ്പോൾ ഈ ഒരു സെക്കൻഡ് സംഭവം കാണുമ്പോഴത്തേക്ക് എന്താ പറയാ, ടൊവിനോ ഇത് കാണുമ്പോഴത്തേക്ക് ബേസിലായിട്ട് ഒരു പണി കൊടുക്കും എന്നുള്ള രീതിയിലൊക്കെ അങ്ങനെ ശ്രദ്ധിച്ചിരുന്നതാണ് ഞാൻ ചോദിച്ചത്. ഇല്ല, അങ്ങനല്ല, അത് യാദൃശ്ചികമായിട്ട് വന്നതായിരിക്കും. ഇതിപ്പോ 1-1 ആക്ച്വലി. അന്ന് മരണമാസത്തിന്റെ പൂജയുടെ ഇടയിലാണ് കൊണ്ടുവന്നപ്പോ അത് ബേസിലേട്ടൻ ട്രോളി. അത് കഴിഞ്ഞപ്പോഴാണ് 2 ദിവസം മുമ്പ് ഇങ്ങനെ ഒരു സംഭവം. 1-1 ഗെയിം ടു ബി കണ്ടിന്യൂഡ് സംഭവിച്ചുകൊണ്ടേയിരിക്കും. ഈ ട്രോൾസ് ഒക്കെ ഇതുപോലെ കാണാറും എൻജോയ് ചെയ്യാറും ഒക്കെ ഉണ്ടോ? അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അയച്ചു കൊടുക്കാറുണ്ട്. ഇതിന് ട്രോൾസ് കിട്ടിയിട്ടുണ്ടോ? അങ്ങനെ കിട്ടിയില്ല, ചെറുതായിട്ട്. എയറിൽ കയറണം എന്ന് ആഗ്രഹമുണ്ടോ? അല്ല, അത് കയറുന്നതിനെ കയറും, അത് അതിന്റെ പാർട്ടാണ്. അത്രേ ഉള്ളൂ. അങ്ങനെ ട്രോൾസ് ഒക്കെ കിട്ടിയിട്ടുണ്ടോ? ഇതുവരെ കിട്ടിയിട്ടില്ല, പക്ഷെ കിട്ടുമായിരിക്കും. കിട്ടും. എല്ലാവരും പ്രതീക്ഷിക്കുക ഒരു ദിവസം ഫ്രീ ആയിട്ട് കയറി കയറ്റും. നമ്മുടെ വാഴയിലും ഗുരുവായൂരമ്പല നടയിലും എല്ലാം കോമൺ ആയിട്ടുള്ള ഒരാളായിരുന്നല്ലോ ബേസിലേട്ടൻ. സെറ്റിൽ എങ്ങനെയായിരുന്നു? നമ്മൾ ഈ ഇന്റർവ്യൂലൊക്കെ കാണുമ്പോൾ ഭയങ്കര അടിപൊളി കോമഡിയാണ് മൊത്തത്തില്. സെറ്റിൽ എങ്ങനെയായിരുന്നു? നമ്മളടുത്തൊക്കെ ഭയങ്കര ചില്ലാണ്. ഇടയ്ക്ക് മറ്റേ സിജു നമ്മള് മറ്റേ ഗുരുവായൂരമ്പലയുടെ ഇടയ്ക്ക് ഫുഡ് കഴിക്കാനൊക്കെ കൊണ്ടുപോകാറുണ്ട്. പാവണ്ട് പുള്ളി, എന്തെങ്കിലും ഫൺ ഇൻസിഡൻസ് ഓർമ്മയുണ്ടോ ഗുരുവായൂരമ്പല നടയിൽ? ഞാൻ ഗുരുവായൂരമ്പല നടയിലായാലും പുള്ളിയായിട്ട് അധികം അങ്ങ് ഇടപെടാൻ പറ്റിയിട്ടില്ല. വാഴയിൽ വന്നപ്പോഴോ? വാഴയിലും കാണാൻ സംസാരിക്കും, അങ്ങനെ ഭയങ്കര ഡീപ്പായിട്ട് കമ്പനി അല്ല. സിജുവിന്റെ അത്ര കമ്പനി അല്ല ഞാനും ബേസിലിരുന്നു. നമ്മളൊരു അങ്ങനെ അധികം അങ്ങോട്ട് പുള്ളിയായിട്ട് ഇതാൻ പറ്റിയിട്ടില്ല. നമ്മൾ വാഴയിൽ നമ്മൾ ഫോൺ സിനിമ കാണുന്ന സമയത്ത് ഒരുപാട് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കണ്ട് ചിരിച്ച കുറേ പോർഷൻസ് ഉണ്ട്. നിങ്ങൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ചിരി സഹിക്കാൻ പറ്റാത്ത റീടേക്ക് ചെയ്ത ഏതെങ്കിലും സീൻസ് ഉണ്ടോ? ഈ വെള്ളം ഒടിച്ച് നമ്മൾ എല്ലാവരും കൂടെ വളഞ്ഞിരിക്കുന്നത് ആ സമയത്ത് ഒരുപാട് കൗണ്ടറുകൾ വന്നായിരുന്നു. പക്ഷെ അതിൽ അത്യാവശ്യം നിങ്ങൾ പുറത്ത് തിയേറ്ററിൽ കാണാൻ പറ്റുന്ന ഒരു സാധനങ്ങൾ മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് എന്തുകൊണ്ട് ചെയ്യായിരുന്നു ആ സീനിൽ. അപ്പോൾ ഒരുപാട് നിങ്ങൾ കയ്യിൽ നിന്ന് വരുന്ന അത് കേൾക്കട്ടെ എന്നുള്ള കുറച്ച് പരിപാടികളൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ഓവറായിപ്പോയി. കുറേ സീൻസുകളൊക്കെ കുറേ സാധനങ്ങളൊക്കെ സെൻസർ ചെയ്ത് കളയേണ്ടി വരും. അങ്ങനത്തെ കുറച്ച് സ്റ്റേഷനിലെ സീനൊക്കെയോ?
മറ്റേ ഹാഷിർ വന്നിട്ട് എന്താ ഇത് എന്നൊക്കെ ചോദിക്കുന്നത് അത് ചിരി. അതെനിക്ക് ചിരി വന്നു, അത് സ്പോട്ടിൽ ചിരി വന്നു, അതെ, spot ല് എല്ലാരും ചിരിയായിരുന്നു ഹാഷിന്റെ കരച്ചിൽ കേട്ടിട്ട്. അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട് അല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും നമ്മുടെ പരാക്രമം വരികയാണെങ്കിൽ എപ്പോഴത്തേക്കായിരിക്കും റിലീസ് ഉണ്ടാവുന്നത്? നവംബർ 22 22 അപ്പോൾ നമുക്കൊരു കംപ്ലീറ്റ്ലി ഫുൾ ഫാമിലി ഓഡിയൻസിനെ ടാർഗറ്റ് ചെയ്തിട്ടുള്ള ഒരു മൂവി. ഒരു സിനിമയാണ്. അങ്ങനെ തന്നെ അച്ഛനും അമ്മയായിട്ടുള്ള ഒരു ഇമോഷൻസ്. പക്ഷെ പൊതുവേ അമ്മമാരുമായിട്ട് ഇപ്പോഴും നമ്മൾ കുറച്ച് ക്ലോസ്, അച്ഛന്മാരായിട്ട് ചെറിയ പ്രശ്നമാണ്. നേരെ തിരിച്ചാ, അച്ഛനായിട്ട് ക്ലോസ്, അച്ഛനാണ് കുറച്ചും കൂടെ ഇയാൾക്ക് ക്ലോസ് ആയിട്ടുള്ള ഒരു. അങ്ങനെ റിയൽ ലൈഫിൽ ആരായിട്ടാണ് കൂടുതൽ ക്ലോസ്? അപ്പൊ എന്തായാലും നമ്മുടെ സിനിമ നല്ലൊരു സക്സസ്ഫുൾ മൂവി ആവട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.